ഇത്തവണത്തെ ആർട്ടിമിസ് 2 ദൗത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 4 പേരാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോയത്. ചന്ദ്രനിലേക്ക് ചന്ദ്രനെ ചുറ്റിക്കറങ്ങി തിരികെ വരുന്നത് 4 പേരാണ്. ഇവർ മാത്രമാണോ പോയത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല എന്ന് പറയും. ഇവർക്കൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളുടെ പേര് റൈസ് എന്നാണ്. RISE, റൈസ്. അതൊരു പാവക്കുട്ടിയാണ്. ഇത്തരം ബഹിരാകാശ യാത്രകളിൽ സാധാരണഗതിയിൽ ഈ യാത്രികർ കൂടെ കരുതുന്ന ഒരു സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ ഉണ്ടാവും. അതായത് ബഹിരാകാശത്ത് എത്തിക്കഴിഞ്ഞാൽ മൈക്രോ ഗ്രാവിറ്റി അല്ലെങ്കിൽ സീറോ ഗ്രാവിറ്റിയാണ് അനുഭവപ്പെടുക, ഭാരം അനുഭവപ്പെടില്ല. അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വസ്തു, എന്തെങ്കിലും ഒരു ഓമനത്വമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുപോയ ദൗത്യസംഘം കൊണ്ടുപോയ ആ പാവക്കുട്ടിയുടെ പേരാണ് റൈസ്. ഇനി ആ പാവക്കുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഡിസൈൻ ചെയ്തത് അമേരിക്കയിലെ 2ാം ഗ്രേഡിൽ പഠിക്കുന്ന ലൂക്കാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഡിസൈൻ ചെയ്ത പാവക്കുട്ടിയുടെ പേരാണ് റൈസ്. ആ റൈസ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇനി റൈസ് ഒറ്റയ്ക്കല്ല എന്നുകൂടി പറയേണ്ടി വരും. റൈസിന്റെ ദേഹത്തിനകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. അത് നാസ മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു. ഇത്രമാത്രം വലിയൊരു ദൗത്യം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ വെർച്വലി എങ്കിലും ഒരു അവസരം ഒരുക്കുകയായിരുന്നു നാസ. ആ ഘട്ടത്തിൽ നാസ നൽകിയൊരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത എത്രയോ പേർക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവർ ഒരു ബോർഡിംഗ് പാസ് നൽകി. ആ ബോർഡിംഗ് പാസിന്റെ ഡിജിറ്റൽ രൂപം ഒരു മൈക്രോ ചിപ്പിൽ, ഒരു മെമ്മറി കാർഡിൽ വരികയും ആ മെമ്മറി കാർഡ് ഈ റൈസ് എന്ന് പറയുന്ന പാവക്കുട്ടിയുടെ അകത്തേക്ക് വെക്കുകയും അതിനെയുമായി എടുത്താണ് ആർട്ടിമിസ് 2 സംഘം ചന്ദ്രനടിയിലേക്ക് പോയത്. ഒന്ന് കാണണ്ടേ ആരാണ് റൈസ് എന്ന്? ഈ വീഡിയോ. അപ്പൊ റൈസ് എന്ന് പറയുന്ന ആ പാവക്കുട്ടിയെ കണ്ടു. അതിനകത്താണ് ഈ മെമ്മറി കാർഡ് വെച്ചത്. ആ മെമ്മറി കാർഡ്, അതിലാണ് ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളത്, അവരുടെ ബോർഡിംഗ് പാസുകളൊക്കെ അടങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവർ കൂടി, ഞാൻ പറയുകയാണെങ്കിൽ എന്റെ പേര് ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ എനിക്കും കിട്ടിയിരുന്നു ഒരു ബാഡ്ജ് അല്ലെങ്കിൽ ഒരു ബോർഡിംഗ് പാസ്. ആ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ആർട്ടിമിസ് 2 പോയത്. അതുകൊണ്ട് എനിക്കും പറയാം എന്റെ പേരും ഈ രീതിയിൽ അവിടെ ചന്ദ്രനെ ചുറ്റിക്കറിയുമെന്ന്. ഇങ്ങനെ എന്നെ പോലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആ ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. നാസ നേരത്തെ നൽകിയ ഒരു അവസരമായിരുന്നു അത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.